ശാസ്ത്ര സാങ്കേതിക പരിഷത്തിന്റെ തിരുവല്ലാമല യൂണിറ്റ് കൺവെൻഷൻ പ്രൗഢമായി. എരവത്തൊടി UM-LP സ്കൂളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. തിരുവല്ലാമല എരവത്തൊടി UM-LP സ്കൂളിൽ വെച്ചാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തിരുവല്ലാമല യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീധരൻ മലാറ അധ്യക്ഷനായിരുന്നു. പരിഷത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം NJ മേരി ജയന്തി ആമുഖ പ്രഭാഷണം നടത്തി. മേഖലാ കമ്മിറ്റി അംഗം KG അനിൽകുമാർ സംഘടനാ രേഖ അവതരിപ്പിച്ചു. ബാലവേദി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചത് PG ബഷീർ ആയിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി AS ജയശങ്കർ, പ്രൊഫസർ KA സുരേഷ് കുമാർ, N കുമാരൻ, UP ശശീന്ദ്രൻ, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് K അനില തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി TB ഷാജി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ ട്രഷറർ ആന്റണി ജോസഫ് ക്രോഡീകരണം നടത്തി. പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചയും നടന്നു. ഇപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ട് തന്നെയാണ് ട്രഡീഷണൽ നോളജ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് ആണ് പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ഒരു ഒന്നുകൊണ്ട് ട്രസ്റ്റുകളായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അഡ്വൈസറി ബോഡിയിൽ ഞാനുണ്ട്. അപ്പോൾ ഈ അവരുടെ അറിവ്, കൃഷിക്കാരുടെ അറിവുകൾ കിട്ടാൻ വേണ്ടി എനിക്ക് കുറച്ച് സൗകര്യമുണ്ട്. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ഓർഗാനിക് ഞാവര ഫാമാണ് ഈ ചിറ്റൂരിലുള്ളത്. കറുകമണിയിലുള്ള ഒരു ഉണ്ണി ഞാവര ഫാമുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വൈസറി ബോഡിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വൈസറി ബോഡിയിലുണ്ട്. എനിക്ക് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മീറ്റിംഗ് വിളിക്കുമ്പോൾ എന്നെയും വിളിക്കും. അപ്പോൾ എന്നെയും വിളിക്കുമ്പോൾ ലോകത്തിൻ്റെ ഫോറിനേഴ്സ് കൂടി അവിടെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട്. ഇന്ത്യയിലുള്ള MS സ്വാമിനാഥനൊക്കെ അതിൻ്റെ പിന്നെ അഡ്വൈസറി ബോഡിയിലുള്ളത്. MS സ്വാമിനാഥൻ എന്ന് വെച്ചാൽ ഞാൻ MS സ്വാമിനാഥൻ ഒരേപോലെ നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ MS സ്വാമിനാഥനെ പോലുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാനും അവരോട് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് കുറച്ച് സാധനം അവരിൽ നിന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമായിരുന്നു. അപ്പോൾ ഇതേപോലെ കൃഷിക്കാരായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവരുടെ നമ്മുടെ നെന്മാറയിലൊരു ഗംഗോത്രി ട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും ഇതേവരെ കൃഷിക്കാരുടെ ഒരു ഫാമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഉള്ളത്. പിന്നെ കൃഷി എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് സമയമൊക്കെ ഞാൻ കൃഷിക്ക് വേണ്ടി ചിലവഴിക്കാറുണ്ട്. പിന്നെ എഴുത്ത്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രധാന ഗവേഷണം ഈ ബയോളജിയും എൻ്റെ ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് കൂടി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ അടുത്ത കയറാം, അതുപോലെ വെട്ടിവെളുപ്പിക്കുക, അങ്ങനെയാണ് പൂയം കുറ്റിയും മതിൽ കെട്ടാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ പരിഷത്ത് പറഞ്ഞു ഇനിയുള്ള ഒരു തുണ്ട് കാടുകൾ പോലും നശിപ്പിക്കാൻ പാടില്ല. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വൻ വ്യതിയാനം വരും. അത് പ്രാവർത്തികമായി. ഇന്ന് കാട്ടിലേക്ക് അങ്ങനെ ആർക്കും കയറാനൊന്നും പറ്റില്ല. കണ്ടോ, അന്ന് പരിഷത്ത് വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം എന്ന് ഇത് ഒരു വനദർശന ജാഥ തിരുവില്ലാമലയിൽ നിന്ന് ആരംഭിച്ച് നമ്മളങ്ങനെ കാടിൻ്റെ അരികിലൂടെ അങ്ങനെ പോയി ജനങ്ങളൊക്കെ ആ അപ്പം അങ്ങനെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഫലമായിട്ടും സംസ്ഥാനത്തെ അന്ന് ഉണ്ടായിരുന്ന ഭരണാധികാരികളും പരിഷത്ത് പറയുന്നത് ശരിയാണ്, ഇനി കാട് സംരക്ഷിക്കും. അപ്പം അത് വന്നില്ലേ ആണ് പിള്ളേരെ പുതിയ തലമുറ ഉപയോഗിക്കുന്നതും വായിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ അവർ ഓൺലൈനിലൂടെ. നമ്മൾ ആ മേഖലയിലേക്ക് വളരെ പതുക്കെ എത്തുന്നു എന്നുള്ളതാണ്. അത് എല്ലാ സംഘടനകളും ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടുന്നത്, സൂം മീറ്റിംഗ് കൂടാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബുക്കിൻ്റെ പ്രചരണം ഇതൊക്കെ ചെയ്യുന്നതും നമ്മൾ ഇതിലൂടെ ചെയ്യുന്നുണ്ട്, ഓൺലൈനിലൂടെ ചെയ്യുന്നു. അപ്പോൾ കാലോചിതമായി അത്തരം സംഭവങ്ങൾ പരിഷത്തിലും വരാതിരിക്കാൻ കഴിയില്ല, വരും. അതാണ് ഒന്നാമത്തത്. പിന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത്